ശ്രീ എൻ വാസു, ഇപ്പോൾ ശബരിമലയുടെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് ഞങ്ങളോട് പറഞ്ഞത് അവിടെ എന്ത് കൊണ്ടുപോയാലും ഈ നന്നാക്കാനായി സ്വർണം പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനാണ് എന്നുള്ളതാണ്. അങ്ങ് പറയുന്നത് അവിടെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥർക്കാണ് അതിന് ഉത്തരവാദിത്വം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താറില്ലേ? അവിടെ ശബരിമലയിൽ എന്ത് നടക്കുന്നു എന്നതിൽ എത്രത്തോളമാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം ശ്രീ എൻ വാസു? ഞാൻ ഒരു കാര്യം ഒന്നുകൂടി ഒന്ന് പറയുകയാണ്. ഈ മെയിലിൽ പ്ലീസ് ഗീവ് യുവർ വാല്യുബിൾ ഒപ്പീനിയൻ ഇൻ ദിസ് റിഗാർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതല്ലാതെ പെർമിഷൻ അല്ല. അവർ തെറ്റിദ്ധാരണ മാറ്റണം. അയാളുടെ വകയാണെങ്കിൽ പെർമിഷൻ ചോദിക്കണ്ട എന്ന് പറഞ്ഞ് ശരിയാണ്. ഇതങ്ങനല്ല. പ്ലീസ് ഗീവ് യുവർ വാല്യുബിൾ ഒപ്പീനിയൻ ഇൻ ദിസ് റിഗാർഡ്. അതവിടെ നിർത്തുകയാണ്. പിന്നെ ഇപ്പോൾ ചോദിച്ച കാര്യം, ശബരിമലയിൽ ഓരോ തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ പവേഴ്സും അവരുടെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ നിർവഹിച്ചുകൊണ്ട് ഒരു പുസ്തകമുണ്ട്, ട്രാവൻകൂർ ദേവസ്വം മാനുവൽ. ആ മാനുവൽ അനുസരിച്ച് ഓരോ ലെവലിലുള്ള ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജോലി നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും എനിക്ക് പറയാനില്ല. മാനുവൽ അനുസരിച്ച് സ്വർണ്ണം പുറത്തേക്ക് കൊണ്ടുപോയി കൂടാ ശ്രീ എൻ വാസു? എന്ത് കാര്യം മൊത്തത്തിൽ ഇല്ല. അത് ശരിയാണ്. എനിക്ക് തർക്കമില്ല കാര്യത്തില്. അതിൽ തർക്കമില്ല. മാനുവൽ അനുസരിച്ച് തന്നെ വേണം കാര്യങ്ങൾ നടക്കാൻ. അങ്ങേക്ക് മുന്നേ മാനുവൽ ലംഘനം നടന്നു അതിനോട് യോജിക്കുന്നു അല്ലെ? അങ്ങേക്ക് മുന്നേ മാനുവൽ ലംഘിച്ചുള്ള നടപടികൾ അവിടെ നടന്നിരിക്കുന്നു. ഇല്ല 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 അതിനെപ്പറ്റിയാണല്ലോ അന്വേഷണം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ ടെന്യൂറിലല്ലാത്ത കാലത്ത് നടന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നു. പക്ഷെ അങ്ങയുടെ ടെന്യൂറിൽ അയാൾ അവിടെ ഉണ്ടായിരുന്നു, അയാൾ അവിടെ തുടരുന്നുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയാണ് 2025 അദ്ദേഹം ഈ പറഞ്ഞ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നത്. അതായത് 98 ഈ പറയുന്ന വിജയ് മല്യ സ്വർണം അവിടേക്ക് നൽകുന്നു, 100 പവൻ നൽകുന്നു. അത് 21 വർഷത്തിനിടെ മങ്ങുകയാണ് എന്നൊരു വിലയിരുത്തൽ അവിടെ ചില ഉദ്യോഗസ്ഥർക്കുണ്ടാകുന്നു. ആർക്കാണ് ആ മങ്ങൽ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. 21 വർഷത്തിന് ശേഷം ആ മങ്ങൽ കണ്ടെത്തുന്നു. പിന്നീട് എപ്പോഴാണ്? 6 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും മങ്ങുകയാണ്. 21 വർഷത്തിന് ശേഷം മങ്ങി അത് നേരെയാക്കി കൊണ്ടുവന്ന് പറയുന്ന സംഭവങ്ങൾ പിന്നീട് വീണ്ടും മങ്ങുകയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇല്ല, ഇത് മറ്റൊരാൾ പറഞ്ഞ കാര്യം എന്നോട് ചോദിച്ച് അത് വെരിഫൈ ചെയ്യിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ശ്രീ എൻ വാസു, അങ്ങ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നേരത്തെ ജിതിൻ ദേവ് പറഞ്ഞതുപോലെ പെട്ടെന്ന് വന്ന് അവിടെ പെട്ടെന്ന് പൊട്ടി വീണ ഒരാളല്ലല്ലോ. അങ്ങേക്ക് ശബരിമലയുമായി ദീർഘകാലത്തെ ബന്ധമുണ്ട്. അദ്ദേഹം വിവിധ പദവികളിൽ അങ്ങ് ഇരുന്നതാണ്. അപ്പോൾ അങ്ങേക്ക് അറിയാം അവിടെ ആരൊക്കെയാണ് ഈ രൂപത്തിൽ വരുന്നത്, അവിടെ സ്വാതന്ത്ര്യം എടുക്കുന്നത്. ആ സ്വാതന്ത്ര്യം എടുക്കുന്നവർക്കൊപ്പം ഏതൊക്കെ ഉദ്യോഗസ്ഥരാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അരുതാത്ത സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞോട്ടെ. ഇല്ല 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 അങ്ങനെ അത് ജനറലൈസ് ചെയ്ത് പറയരുത്. ശബരിമലയെ സംബന്ധിച്ച് ലക്ഷോപലക്ഷം ഭക്തർ വരുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല. അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ചില സ്പോൺസർമാർ വരും, ചില പൂജകൾ ബുക്ക് ചെയ്യാനൊക്കെ ചില ആളുകൾ വരും. അപ്പം അങ്ങനെ വരുന്ന ആളുകളെ എല്ലാം ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്ക് അറിയാൻ കഴിയത്തില്ല. ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്ക് അറിയാൻ കഴിയുന്നത് അവിടെ ഏതെങ്കിലും സ്പോൺസർഷിപ്പ് ഓഫർ ചെയ്യുന്ന ആളുകളെ അറിയാൻ കഴിയും. അവരെ ആരെങ്കിലും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരിക്കും. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് ചോദ്യം. ഇല്ല, അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ സ്മൃതി. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാനവിടെ ചെല്ലുന്നതിനേക്കാൾ മുമ്പ് അയാൾ അവിടെ ഉണ്ട്. പിന്നെ ഞാൻ 2010-13 കാലയളവിൽ 2.5 വർഷം കമ്മീഷണറായിട്ട് പിന്നെ 2018 അവിടെ ചെല്ലുന്നത്. ഞാൻ ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനല്ല. ഞാൻ മറ്റു പല പദവികളിൽ നിന്നും ഡെപ്യൂട്ടേഷൻ വഴിയും അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ചുമാണ് ഞാൻ അവിടെ പോയിട്ടുള്ളത്. ഞാനൊരു ദേവസ്വം ജീവനക്കാരനല്ല. ആയിക്കോട്ടെ, എന്നാലും ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് കോടതിയുടെ വിലയിരുത്തലോട് അങ്ങേക്ക് പ്രതികരിക്കാമല്ലോ ശ്രീ എൻ വാസു. അങ്ങിങ്ങനെ മാറി നിൽക്കാതിരിക്കൂ. അങ്ങയുടെ കാലയളവിലല്ല എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങയുടെ കാലയളവിലാന്ന് ഇവിടെ പറയുന്നില്ല. പക്ഷേ കോടതി പറയുകയാണ് ഇത് മറിച്ചു വിറ്റു എന്ന്, ഇത് മോഷണമാണെന്ന്, കവർച്ച നടന്നിരിക്കുന്നു എന്ന്. ആ കവർച്ചയ്ക്ക് കൂട്ടു നിൽക്കുന്ന ആളുകൾ അവിടെയുണ്ട്, ഇപ്പോഴുമുണ്ട്. ഇല്ല, അതിനാണല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു അന്വേഷണം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒരു ഉന്നതതല സംഘത്തെ അതിനുവേണ്ടിയാണല്ലോ നിർദ്ദേശിച്ചിട്ടുള്ളത്. കോടതി പറഞ്ഞതിനോടൊന്നും ഞാൻ എതിർപ്പ് പറഞ്ഞില്ല.
കോടതിക്ക് പറയാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. അതനുസരിച്ച് കോടതി ഒരു ഉന്നതതല സംഘത്തെയും ഈ പ്രശ്നത്തിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ഉന്നതതല സംഘത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. അവരന്വേഷിക്കട്ടെ. നമ്മൾ ഇവിടെ വെച്ച് തന്നെ ഈ ചർച്ചയിലൂടെ വിചാരണ നടത്തേണ്ട കാര്യമുണ്ടോ? അങ്ങനെ വിചാരണയല്ല, ഓരോ ദിവസവും തെളിവുകൾ അങ്ങ് പറഞ്ഞതുപോലെ പഴയ ചിത്രങ്ങളും പഴയ വിവരങ്ങളും ഒക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങേക്ക് അറിയുന്ന കാര്യങ്ങൾ അങ്ങേക്ക് പറ്റുമെങ്കിൽ പങ്കുവെക്കൂ. 2019 ഈ പാളികൾ നന്നാക്കാൻ കൊണ്ടുപോയപ്പോൾ അത് ദൃശ്യങ്ങളായി ചിത്രീകരിച്ചിരുന്നോ? അങ്ങനെയെങ്കിൽ ആ വീഡിയോ ദൃശ്യങ്ങൾ എവിടെയുണ്ട്? അതൊരു തെളിവായി എടുക്കാമല്ലോ. ആരൊക്കെയായിരുന്നു അവിടെ സ്ഥലത്തുണ്ടായിരുന്നതെന്ന്. ഇല്ല, വീഡിയോ അല്ല, ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ശബരിമലയിലും തിരുവാഭരണം കമ്മീഷൻ ഓഫീസിലും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. Debate with Smriti Parathikkad.